സ്വാഗതം കേസ്. ഇന്ന് ഒരു ചെറിയ വാർത്തയെക്കുറിച്ച് ഉള്ള ഒരു കമൻ്റാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, ഇപ്പോൾ ലേറ്റസ്റ്റായി കത്തി നിൽക്കുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ബോച്ചെ വിഷയം. എൻ്റെ ഒരഭിപ്രായത്തിൽ ഞാൻ ബോച്ചയുടെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ബോച്ചയ്ക്ക് മാനസിക പ്രശ്നമാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് കോടതി ബോച്ചയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ബോച്ചയ്ക്ക് ആവശ്യം ശിക്ഷയല്ല, മറിച്ച് ചികിത്സയാണ്. തീർച്ചയായും ഒരു മാനസിക വിഭ്രാന്തി അഥവാ മാനസിക വൈകൃതം നേരിടുന്ന ബോച്ചയെ തീർച്ചയായും ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടത് തന്നെയാണ്. ഒരു നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് ബോച്ചയെ ഇത്തരം മ്ലേച്ഛമായ കമൻറ്റുകൾ ഇടുന്നെങ്കിൽ, മ്ലേച്ഛമായ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ബോച്ചയ്ക്ക് വേണ്ടത് എന്താണ്? ചികിത്സ തന്നെയാണ്. തീർച്ചയായും കോടതികൾ അത് മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇന്നലെ ഒരു അന്തിച്ചർച്ചയിൽ 24 ചാനലിലെ ഹാഷ്മി ബോച്ചയെ അനുകൂലിച്ച് വന്ന ഒരാൾക്ക് കൊടുത്ത നല്ല മറുപടിയാണ്. രാഹുൽ ഈശ്വറിന് ശരിക്കും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടതാണ്. രാഹുൽ ഈശ്വർ വേഷത്തെക്കുറിച്ചും വേഷ സംവിധാനത്തെക്കുറിച്ചുമൊക്കെ കുറേ വാദോരാതെ പ്രസംഗിച്ചപ്പോൾ നമ്മുടെ ചാനൽ അവതാരകൻ കൊടുത്തത് ഒരു വീഡിയോയിലൂടെ മറുപടിയാണ്. കേരള ഹൗസിൽ ആയിരുന്ന സമയത്ത് രാഹുൽ ഈശ്വർ ചെയ്തൊരു വീഡിയോ. അപ്പോൾ ശരിക്കും രാഹുൽ ഈശ്വറിൻ്റെ തനി നിറം പുറത്തു കൊണ്ടുവരുവാൻ അതിലൂടെ നമ്മൾ 24 ചാനലിന്, അതുപോലെ തന്നെ ഹാഷ്മിക്കും കഴിഞ്ഞതിൽ 1000 അഭിവാദ്യം ഹാഷ്മിക്ക് പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എനിക്ക് നല്ലതുപോലെ സന്തോഷമുണ്ടായി. ഈ അന്തിച്ചർച്ചകളിലൊക്കെ മിക്കപ്പോഴും ഒരു രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്നലെ എടുത്ത വിഷയം വളരെ നല്ലതായിരുന്നു. കാലിക പ്രസക്തമായ വിഷയം തന്നെയായിരുന്നു അത്. അതിൽ നല്ല ഒരു മറുപടി നമ്മുടെ രാഹുൽ ഈശ്വറിന് കൊടുക്കുവാൻ ഹാഷ്മിക്ക് കഴിഞ്ഞു. രാഹുൽ ഈശ്വർ ആവട്ടെ ഇപ്പോൾ അഭിനയിക്കുന്നത് ഒരു ജഡ്ജിയുടെ പദവി പോലെയാണ്. എന്താണ് ജഡ്ജി എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയാം. എന്തായാലും കിട്ടിയ മറുപടി നല്ല സെറ്റ് മറുപടി.